Good morning, class. Welcome to English Disha. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ദി എക്സാം ഡൈനമിക്സ്. നമ്മൾ ഇങ്ങനത്തെ ഒരു ക്ലാസ് ലാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഓക്കെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ PG എൻട്രൻസിനെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ PG എൻട്രൻസിൽ വരുന്ന PYQs സോൾവ് ചെയ്തിട്ട് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനത്തെ പാറ്റേൺ ആണ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഇനി എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സിന്റെ സ്ട്രക്ചർ എല്ലാവർക്കും അറിയാം. നമ്മളൊരു ഇൻഡിവിജ്വൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കും, അതിന്റെ ആൻസർ ഡിസ്കസ് ചെയ്യും, പിന്നെ ചില എക്സ്ട്രാ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ പറഞ്ഞു തരും. ഓക്കെ ക്ലാസ്? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് ക്ലാസ് കഴിയുമ്പോൾ ക്ലാസ്സിന്റെ ഒരു PDF കിട്ടും. നിങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം അതിൽ നിന്ന് ഒന്നും കൂടി വായിച്ചു നോക്കുക. ചില എക്സ്ട്രാ പോയിന്റ്സ് ഞാൻ PDF ആഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ വായിക്കാൻ നോക്കുക. ഈ ക്ലാസ്സിലും ഉണ്ടാവും, പക്ഷെ എല്ലാ പോയിന്റ്സും നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല അല്ലെ? അപ്പൊ അത് കാരണം നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ ക്ലാസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ നെയിം ഓഫ് ദ ഫസ്റ്റ് എലിസബത്തിയൻ ട്രാജഡി. അപ്പൊ എലിസബത്തിയൻ എറയിലെ ഏറ്റവും ആദ്യത്തെ ട്രാജഡി ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ ഗോർബഡക്, ഹാംലെറ്റ്, ദ ക്വീൻ ഓഫ് മാൾട്ട ആൻഡ് ദ സ്പാനിഷ് ട്രാജഡി. നമുക്കറിയാം സ്പാനിഷ് ട്രാജഡി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള തോമസ് കിഡിന്റെ റിവെഞ്ച് ട്രാജഡിയാണ്. അതേപോലെ തന്നെ ഹാംലെറ്റും എലിസബത്തിയൻ എറയിൽ വില്യം ഷേക്സ്പിയർ എഴുതിയതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? യെസ്, ഇതിന്റെ ആൻസർ ആണ് ഗോർബഡക്. ഗോർബഡക് തോമസ് നോട്ടൺ ആൻഡ് തോമസ് സാക്വൽ എന്ന് പറഞ്ഞ രണ്ട് റൈറ്റേഴ്സ് എഴുതിയ ആദ്യത്തെ എലിസബത്തിയൻ ട്രാജഡിയാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സില് ഒരു അത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? റാൽഫ് ഡോയ്സ്റ്റർ. അതെ, അതേപോലെ തന്നെ ആദ്യത്തെ എലിസബത്തിയൻ ട്രാജഡിയാണ് ഗോർബഡക്. ഇതൊക്കെ ചില ടേംസ് അല്ലെ, ആദ്യത്തെ ഡ്രമാറ്റിക് കോമഡി, ആദ്യത്തെ എലിസബത്തിയൻ ട്രാജഡി, ഇങ്ങനത്തത് വൺ ലൈനേഴ്സ് ആണ്. നമ്മൾ എന്തായാലും ഒരു കാര്യം പഠിക്കുമ്പോൾ ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന മാർക്സ് ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും മിസ് ചെയ്യാതെ നിങ്ങൾ പഠിക്കുക. ഈ കഥയിലെ ഒരു ബേസിക് സമ്മറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം ചിലപ്പോ ഒക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തരുമ്പോൾ അവർ ചോദിക്കും വിച്ച് ക്യാരക്ടർ ഗോർബഡക് is from which novel. ഓക്കെ, ഇതിന്റെ സെയിം ആയിപ്പോയി. അല്ലാതെ ചിലപ്പോൾ ഫെറക്സ് ഏത് നോവലിലത്തെ ആണ് ക്യാരക്ടർ, ഏത് പ്ലേയിലെ ആണ്. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു പ്ലേ അല്ലെങ്കിൽ ഒരു വർക്ക് പഠിക്കുമ്പോൾ അതിലെ മേജർ ക്യാരക്ടേഴ്സിന്റെ പേരെന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇതിന്റെ സമ്മറി ഒന്ന് പറഞ്ഞു തരാം. ഗോർബഡക് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കിങ് ആണ് അല്ലെ? ഏൻഷ്യന്റ് ബ്രിട്ടനിലെ ഒരു രാജാവാണ് ഗോർബഡക്. ഗോർബഡക് എന്ത് ചെയ്യും? ആൾക്ക് രണ്ട് ആൺകുട്ടികളുണ്ട്. ഈ കിങ്ഡം ഫെറക്സും പോറക്സും എന്ന് പറഞ്ഞ് രണ്ട് ആൺകുട്ടികൾക്ക് ഡിവൈഡ് ചെയ്യും. പക്ഷെ ഫെറക്സ് എന്തായിരുന്നു? മൂത്ത കുട്ടിയായിരുന്നു. അപ്പൊ ആളുടെ ആഗ്രഹം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ്ഡം റീയുണൈറ്റ് ചെയ്യണം അല്ലെ? അനിയനും ചേട്ടനും തമ്മിൽ വീതിച്ച കിങ്ഡം ഒന്നിച്ചായി കഴിഞ്ഞാൽ കിങ്ഡമിന് തന്നെ ഒരു നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു മൂത്ത മോനായ ഫെറക്സിന്. പക്ഷെ പോറക്സ് ദി യങ്ങസ്റ്റ്, അവരുടെ അമ്മയായ ക്വീൻ വിധീന പറഞ്ഞിട്ട് ആഗ്രഹം അവനോട് ഷെയർ എന്റെ ഷെയർ, എനിക്ക് അച്ഛൻ തന്ന ഷെയർ എന്റെ ആയിരിക്കണം, ചേട്ടന്റെ ഒപ്പം എനിക്ക് കൊടുക്കേണ്ട ആഗ്രഹമില്ല എന്നുള്ള കുറച്ച് അംബീഷൻ ഒക്കെ ആയിട്ടുള്ള ഒരു ആളായിരുന്നു. അത് കാരണം പിന്നെ എന്ത് സംഭവിച്ചു? അംബിഷൻ ഭയങ്കരമായിട്ട് എലിവേറ്റ് ആയപ്പോ ആളുടെ ചേട്ടനെ തന്നെ കൊല്ലുകയാണ്. പിന്നെ കഥയിൽ ഭയങ്കര വയലന്റ് ആയ കാര്യങ്ങൾ നടക്കുകയാണ്. ഈവൻ ദി യങ്ങസ്റ്റ് മോനായിട്ടുള്ള പോറക്സിനെ ആൾക്കാർ നോബിൾസ് കൊല്ലുകയാണ്. ലാസ്റ്റില് ഗോർബഡക്ക് ഗോർബഡക്കിന്റെ ഫുൾ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വീൻ വിധീനയും ഫെറക്സും പോറക്സ് എല്ലാവരും മരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കിങ് ഭയങ്കര സങ്കടാവുകയാണ്. എന്നിട്ട് ആള് മരിക്കുകയാണ്. അങ്ങനെ ഒരു റോയൽ ഫാമിലിയുടെ ഡിസ്ട്രക്ഷൻ ആണ് നമ്മൾ ഈ പ്ലേയിൽ കാണുന്നത്. അപ്പൊ ഓഫ്കോഴ്സ് ഇതൊരു ട്രാജഡിയാണ് അല്ലെ? ഒരു ഹാപ്പി എൻഡിങ് അല്ലല്ലോ. ഫുൾ ഫാമിലി തന്നെ മരിച്ചുപോയി. അപ്പൊ ദിസ് ഇസ് ദ ഫസ്റ്റ് എലിസബത്തിയൻ ട്രാജഡി. ഓക്കെ, ഒരു ട്രാജഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. എലിസബത്തിയൻ ട്രാജഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ 4 ഡ്രമാറ്റിക് ഐറണിയും സോളിലോക്കി എന്തായിരുന്നു? ഒരു ഒറ്റയ്ക്ക് ഒരാൾ നിന്ന് സ്പീച്ച് പറയാ അല്ലെ? ഹാംലെറ്റിൽ നമുക്ക് 7 സോളിലോക്കി പഠിക്കാനുണ്ട് അല്ലെ? യെസ്. അപ്പൊ പിന്നെ ഗ്രീക്ക് ആൻഡ് റോമൻ മോഡൽസിന് ഇൻഫ്ലുവൻസ് ഉണ്ടാകും. പിന്നെ ഹ്യൂമൻ നേച്ചർ, ഒരു റിവെഞ്ച് എന്തായാലും ട്രാജഡിയിൽ ഉണ്ടാകും. ഓക്കെ ക്ലാസ്? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദി ഓഥർ ഓഫ് ദ നോവൽ ദ മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ? അല്ലെ, മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ ആരുടെ നോവലാണ്? അല്ലെങ്കിൽ ഹു ഇസ് ദി ഓഥർ? നമുക്ക് തന്നെ 4 ഓപ്ഷൻസ് നിന്ന് ആരായിരിക്കും?
യെസ്, നമ്മൾക്ക് അറിയുന്ന ഒരു റൈറ്റർ ആണ് സൽമാൻ റഷദി അല്ലെ. സൽമാൻ റഷദീന്റെ നോവൽസ് നിങ്ങൾക്ക് PG കിട്ടിയാലും എന്താണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇറ്റ്സ് എ വെരി ഫേമസ് റൈറ്റർ ആൻഡ് കുറെ ആളുടെ റൈറ്റിംഗ്സ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. സൽമാൻ റഷദി 1947 ഒരു ബ്രിട്ടീഷ് ഇന്ത്യൻ നോവലിസ്റ്റ് ആൻഡ് എസേയിസ്റ്റ് ആണ്. ആളുടെ നോവലാണ് മിഡ് നൈറ്റ് ചിൽഡ്രൻ. ഇറ്റ് ഈസ് എ പോസ്റ്റ് കൊളോണിയൽ മാജിക്കൽ റിയലിസ്റ്റിക് മാസ്റ്റർ പീസ്. അപ്പൊ ആക്ച്വലി സൽമാൻ റഷദി കൂടുതലും പോസ്റ്റ് കൊളോണിയൽ കാര്യങ്ങളാണ് എഴുതുക. ആള് എന്താണ് ഐഡന്റിറ്റി ക്രൈസിസ്, ആളും എന്താ കണ്ടോ ബ്രിട്ടീഷ് ഇന്ത്യൻ ആണ്. അപ്പൊ ആള് നോർമലി ഒരു ഫുൾ ഇന്ത്യനോ അല്ലെങ്കിൽ ഫുൾ ബ്രിട്ടീഷ് അല്ലാത്ത കാരണം ആളുടെ നോവൽസിൽ എപ്പോഴും ഒരു ഐഡന്റിറ്റി ക്രൈസിസ് അല്ലെ, അവരിവിടുത്തെ അല്ല അവിടുത്തെ അല്ലാത്ത ഒരു ക്രൈസിസിനെ കുറിച്ച് ആള് നന്നായിട്ട് എഴുതാറുണ്ട്. യൂഷ്വലി എല്ലാം നിങ്ങൾ സൽമാൻ റഷദീന്റെ ഏത് വർക്ക് എടുത്താലും ആ ഒരു എലിമെന്റ് നിങ്ങൾക്ക് ആളുടെ റൈറ്റിംഗ്സിൽ കാണാൻ പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആള് നന്നായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എഴുത്തില് ആളുടെ നന്നായി വരുന്ന ഒരു കാര്യമാണ് മാജിക്കൽ റിയലിസം. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും PGയിലൊക്കെ പഠിക്കുമ്പോൾ, വാട്ട് ഇസ് മാജിക്കൽ റിയലിസം, അല്ലെങ്കിൽ സൽമാൻ റഷദി എങ്ങനെയാണ് മാജിക്കൽ റിയലിസം മിഡ് നൈറ്റ് ചിൽഡ്രനിൽ കാണിക്കുന്നത്. മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മാജിക് എന്താണ് അല്ലെ. കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു എന്തോ ഒരു എന്താ ഡിഫറെന്റ് അല്ലെ. അവരിവിടുന്ന് പെട്ടെന്നൊരു ഫ്ലവർ എടുത്തിട്ട് വരുന്നു. അപ്പൊ ഇറ്റ്സ് നോട്ട് സംതിങ് നമുക്ക് ഇങ്ങനെ എങ്ങനെ അവർ ചെയ്തതെന്ന് നമുക്കറിയില്ല. അപ്പൊ ചില മാജിക്കൽ എലിമെന്റ്സ് റഷീദിന്റെ വർക്കിലുണ്ട്. ക്യാരക്ടേഴ്സിനൊക്കെ ഒരു മാജിക്കൽ പവറോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കുറച്ച് സൂപ്പർ നാച്ചുറൽ ആയി അല്ലെങ്കിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് മാജിക്കൽ ആയിട്ടുള്ള എലിമെന്റ് ആളുടെ വർക്ക്സിന് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ മിഡ് നൈറ്റ് ചിൽഡ്രനിലും അതുണ്ട്. അപ്പൊ ഈ മിഡ് നൈറ്റ് ചിൽഡ്രനിലെ ബേസിക് ഷോർട്ട് സമ്മറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സലീം സിനായി എന്ന് പറഞ്ഞൊരു ഒരാളുടെ കഥയാണ് ഈ മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യന്റെ ഇൻഡിപെൻഡൻസ് കിട്ടിയ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ഓഗസ്റ്റ് 1947 ജനിച്ച പിള്ളേരാണ് ഈ മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. ഈ പിള്ളേർക്കൊക്കെ എന്താണ് ചില മാജിക്കൽ പവേഴ്സ് ഉണ്ട്. ഓക്കെ, ദ സ്റ്റോറി റിവോൾവ്സ് അറൌണ്ട് സലീം സിനായി, born at midnight on August 15, 1947, the exact moment of Indian independence from British colonial rule. അപ്പൊ ബ്രിട്ടീഷിന്റെ കൊളോണിയൽ റൂളിൽ നിന്ന് മാറി ഇന്ത്യന് ഇൻഡിപെൻഡൻസ് കിട്ടിയ ദിവസം തന്നെ എന്താണ് ജനിച്ച പിള്ളേരുടെ കഥയാണ് എന്ത് മിഡ് നൈറ്റ് ചിൽഡ്രൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യമായിരുന്നു ആരാണ് ഓഥർ. സൽമാൻ റഷീദിന്റെ കുറച്ചും കൂടി വർക്ക്സ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ സെറ്റാനിക് വേഴ്സസ് ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു വർക്കാണ് അല്ലെ. ഈ വർക്ക്സ് എന്തായാലും നിങ്ങൾ പഠിക്കുക. കാരണം ചിലപ്പോൾ ഇപ്രാവശ്യം മിഡ് നൈറ്റ് ചിൽഡ്രൻ ആണ് ചോദിച്ചിരിക്കുന്നെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ അവർ ഗോൾഡൻ ഹൗസ് ആരുടെയാണ്, അല്ലെങ്കിൽ ഇതിന് ഏതൊക്കെയാണ് സൽമാൻ റഷീദിന്റെ വർക്ക്സ്, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ആളുടെ വർക്ക്സ് മൂന്നാലെണ്ണം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലവ് സോങ് ഓഫ് ആൽഫ്രഡ് ജെ പ്രൂഫ്രോക്ക് വാസ് റിട്ടൺ ബൈ. ആരാണ്, ഇതൊരു പോയമാണ്. ഓക്കെ, ഈ പോയം ആരാണ് എഴുതിയത്? WB Yeats, WH Auden, TS Eliot, ഡിലൻ തോമസ്. യെസ്, കറക്റ്റ് ആൻസർ TS Eliot ആണ് ഈ പോയം എഴുതിയിരിക്കുന്നത്. TS Eliot was a British American poet, playwright, critic and editor. The Love Song of J. Alfred Prufrock is a modernist poem അല്ലെ. മോഡേണിസം നമുക്കറിയാം എന്താണ്, മോഡേണിസത്തിലെ ഒരു പോയമാണ് ദ ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് പ്രൂഫ്രോക്ക്. ഓക്കെ, പ്രൂഫ്രോക്ക്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് പോയംസ് ഓഫ് 20th century. 20th centuryയിൽ വന്നതാണ് മോഡേണിസം. അപ്പൊ മോഡേണിസത്തിന് മാർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മോഡേണിസത്തിൽ ഉൾപ്പെടുന്ന ഒരു പോയമാണ് എന്ത്, ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് പ്രൂഫ്രോക്ക്. TS Eliotന്റെ കുറച്ചും കൂടി പോയംസ് നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പോയം തന്നിട്ട് ഇത് ആരുടെ പോയം ആണെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോ നാളെ അവർ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. വേറെ ഏതെങ്കിലും പോയം തരും, അല്ലെങ്കിൽ ഓഥറിന് തന്നിട്ട് ഇതിന് ഏതൊക്കെയാണ് ഈ ഓഥറിന്റെ പോയംസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എനിക്കറിയാം ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ എത്ര പോയംസ് പഠിച്ചാലാണ് അല്ലെ, എത്ര റൈറ്റേഴ്സിനെ പഠിച്ചാലാണ്, പക്ഷെ ഇത് ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണ് അല്ലെ. TS Eliotന്റെ ഒക്കെ നിങ്ങൾക്ക് തന്നെ കുറെ എന്താണ് പോയംസ് ഇനി PGയിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കണം. അപ്പൊ നമുക്കത് ഒഴിവാക്കാൻ പറ്റത്തില്ല അല്ലെ. ദ വേസ്റ്റ്ലാൻഡ് വെരി ഇമ്പോർട്ടന്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. വേസ്റ്റ്ലാൻഡ് മോഡേണിസം സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ വേസ്റ്റ്ലാൻഡ് വന്നു കഴിഞ്ഞിട്ടാണ് മോഡേണിസത്തിന് ഒരു ഇൻസെപ്ഷൻ ഉണ്ടായത്, ഒരു സ്റ്റാർട്ടിങ് കിട്ടിയത്. അപ്പൊ ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വർക്ക് വേസ്റ്റ്ലാൻഡ്. അതേപോലെ തന്നെ ഈ പോയംസിന്റെ പേരൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ദ ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് പ്രൂഫ്രോക്ക്, ഓക്കെ, വേസ്റ്റ്ലാൻഡ്, ദ ഹോളോ മെൻ, ആഷ് വെനസ്ഡേ, ഇതൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണം. ഈ നോവലിന്റെ ഈ പോയത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയണം ഇത് TS Eliot എഴുതിയതാണ്. ഓക്കെ ക്ലാസ്, ഓക്കെ.
പിന്നെ ചില പ്ലേസും ആൾ എഴുതിയിട്ടുണ്ട്. മർഡർ ഇൻ ദ കത്തീഡ്രൽ, ദ ഫാമിലി റിയൂണിയൻ, ദ കോക്ടെയിൽ പാർട്ടി, ദ കോൺഫിഡൻഷ്യൽ ക്ലർക്ക്. നമുക്ക് യൂഷ്വലി ടി.എസ്. എലിയറ്റിന് ഒരു പോയറ്റ് ആയിട്ടല്ലേ അറിയാം, പക്ഷെ ആള് പ്ലേസും എഴുതിയിട്ടുണ്ട്. ഈ മർഡർ ഇൻ ദ കത്തീഡ്രൽ ഭയങ്കര ഫേമസ് ആണ്. ഓക്കെ, തോമസ് ബെക്കറ്റ് എങ്ങനെയാണ് മരിച്ചതെന്നുള്ളതാണ് അതിൽ പറയുന്നത്. ആൾക്ക് എങ്ങനെയാണ് ആർച്ച് ബിഷപ്പ് ആയിട്ടുള്ള തോമസ് ബെക്കറ്റ് എങ്ങനെ ആള് മരിച്ചു, എന്താണ് സംഭവിച്ചതെന്നൊക്കെ പറയുന്ന ഒരു ഒരു നോവലാണത്, സോറി ഒരു പ്ലേ ആണത്. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ ക്ലാസ്, ദിസ് ഇസ് ക്ലിയർ. ഇത് ക്ലിയർ അല്ലേ? ആരാണ് ഈ പോയം എഴുതിയത്? ടി.എസ്. എലിയറ്റ്. യെസ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചോദ്യമാണ്, ഹൂ റോട്ട് ദ പ്ലേ ദ ബർത്ത്ഡേ പാർട്ടി? ബർത്ത്ഡേ പാർട്ടി, നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ആൽബർട്ട് കാമു, സാമുവൽ ബെക്കറ്റ്, ഹാരൽഡ് പിന്റർ, യൂജീൻ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൂ കോയിൻഡ് ദ ടേം എന്താണ്? അബ്സർഡ് തിയേറ്റർ. എന്തായിരുന്നു അതിന്റെ ആൻസർ? മാർട്ടിൻ എസ്ലിൻ. അപ്പൊ നമുക്ക് തന്നേക്കുന്ന ഈ റൈറ്റേഴ്സ് യൂഷ്വലി അബ്സേർഡ് റൈറ്റേഴ്സ് ആണ് അല്ലെ? ആൽബർട്ട് കാമസ്, സാമുവൽ ബെക്കറ്റ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റിംഗ് ഫോർ ഗോദോ, ഹാരോൾഡ് പിന്റർ. അപ്പൊ ഈ ബർത്ത്ഡേ പാർട്ടി ആരുടെ വർക്ക് ആണ്? യെസ്, ഇറ്റ് ഈസ് ദ വർക്ക് ഓഫ് ഹാരൽഡ് പിന്റർ. ഹാരൽഡ് പിന്റർ ഒരു ബ്രിട്ടീഷ് പ്ലേ റൈറ്റ് ആൻഡ് പോയറ്റ് ആൻഡ് ഡയറക്ടർ ആയിരുന്നു. ആള് യൂഷ്വലി അബ്സേർഡിസ്റ്റ് അല്ലെ, തിയേറ്റർ ഓഫ് അബ്സേർഡിൽ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു റൈറ്റർ ആണ്. ആളുടെ റൈറ്റിംഗ്സ് ഭയങ്കര ഫേമസ് ആണ്. ഇൻഫാക്ട് ആളുടെ റൈറ്റിംഗ്സിനെ പിക്ചറെക്സ് എന്ന് വിളിക്കും. ഓക്കെ, പിന്ററെക്സ് എന്ന് വിളിക്കും, സോറി. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ റൈറ്റിംഗ് സ്റ്റൈലിന്, ആളുടെ ആ ഒരു അബ്സേർഡിസ്റ്റ് നമുക്ക് മനസ്സിലാവത്തില്ല ഇപ്പൊ കഥയിൽ എന്താണ് സംഭവിക്കുന്നത്. ഈവൻ നമ്മുടെ ഇന്ന് ഇതിൽ കൊടുത്തേക്കുന്ന ദ ബർത്ത്ഡേ പാർട്ടി നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇന്ററഗേഷൻ സീൻ ഉണ്ട്. ഓക്കെ, ആ ഇന്ററഗേഷൻ സീനിൽ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ ഭയങ്കര അബ്സേർഡ് ആണ് അല്ലെ? ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷനൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇൻവെസ്റ്റിഗേഷനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കേസിന് ബന്ധപ്പെട്ട ചോദ്യങ്ങളല്ലേ നമ്മൾ ചോദിക്കുക. പക്ഷെ ഇതില് ബർത്ത്ഡേ പാർട്ടിയിലുള്ള മെയിൻ ക്യാരക്ടറിനോട് രണ്ടു പേര് വന്നിട്ട് ചോദിക്കുന്നത് എന്താണ് വെച്ചാൽ എന്തോ അബ്സേർഡ്, ആ ആളായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ചില ചോദ്യങ്ങളാണ് ആളോട് ചോദിക്കുന്നത്. അപ്പൊ ഇറ്റ് ഈസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് തിയേറ്റർ ഓഫ് അബ്സേർഡ്. തിയേറ്റർ ഓഫ് അബ്സേർഡിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് ആണ് ദ ബർത്ത്ഡേ പാർട്ടി. നമ്മുടെ മെയിൻ പ്രൊട്ടഗനിസ്റ്റ് ആണ്, മെയിൻ ക്യാരക്ടർ ആണ് സ്റ്റാൻലി വെബർ. ഓക്കെ, ദ പ്ലേ റിവോൾവ്സ് അറൌണ്ട് സ്റ്റാൻലി വെബർ എന്ന് പറഞ്ഞ ഒരാളുടെ ആളാണ് പ്രോട്ടഗനിസ്റ്റ്, നമ്മുടെ മെയിൻ ക്യാരക്ടർ. അപ്പൊ ഒരു ബോർഡിംഗ് ഹൗസിൽ റെന്റില് അല്ലെ, റെന്റില് താമസിക്കുകയാണ്. മെഗ് ആൻഡ് പി.ടി. ബോൾസ് എന്ന് പറഞ്ഞ ഒരു ആൾക്കാരുടെ റെന്റിന്റെ വീട്ടിൽ ആൾ താമസിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഗോൾഡ് ബർഗ് ആൻഡ് മെക്കാൻ എന്ന് പറഞ്ഞ രണ്ടാൾക്കാർ, ഞാൻ പറഞ്ഞില്ലേ ഇന്റർഗേഷൻ സീൻ, അത് ഈ ഗോൾഡ് ബർഗും മെക്കാനും ആണ് സ്റ്റാൻലിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഭയങ്കര അബ്സേർഡ് ആയിട്ടുള്ള ഒരു അർത്ഥവും ഇല്ലാത്ത ചോദ്യങ്ങളൊക്കെ ആയിട്ട് അവർ ചോദിക്കുന്നത്. അങ്ങനെ സ്റ്റാൻലിനെ അവര് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പക്ഷെ ഒരു സ്റ്റാർട്ടിങ്ങും ഇല്ല, ഒരു എൻഡിങ് ഇല്ല. ഇൻഫാക്ട് ബർത്ത്ഡേ പാർട്ടി എന്ന് പറയുന്നത് അന്ന് സ്റ്റാൻലിന്റെ ബർത്ത്ഡേ ആണ്, ബർത്ത്ഡേന്റെ ദിവസമാണ് നടക്കുന്നത്. പക്ഷെ ശരിക്കും അന്ന് സ്റ്റാൻലിന്റെ ബർത്ത്ഡേ ആണോ എന്ന് പോലും നമുക്ക് കഥ വായിച്ചാൽ മനസ്സിലാവത്തില്ല. അപ്പൊ ഇറ്റ് ഇസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് തിയേറ്റർ ഓഫ് അബ്സേർഡ്. ഓക്കെ, ഈ ഹാരോൾഡ് പിന്ററിന്റെ ഈ ബാക്കി പ്ലേസ് നിങ്ങൾ പേര് ഓർത്ത് വെക്കണം. ബർത്ത്ഡേ പാർട്ടി, ദ കെയർ ടേക്കർ, ദ ഹോം കമ്മിങ്, ബിട്രയൽ, ആഷസ് ടു ആഷസ്. ഈ വർക്ക്സ് ഹാരോൾഡ് പിന്ററിന്റെ ആണ്. ഹാരോൾഡ് പിന്റർ തിയേറ്റർ ഓഫ് അബ്സേർഡിന്റെ ആണ്. പിന്നെ ബർത്ത്ഡേ പാർട്ടിന്റെ ഒരു ഷോർട്ട് സമ്മറി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ബാക്കി റൈറ്റേഴ്സിന്റെ മെയിൻ വർക്ക്സ് എന്തൊക്കെയാണെന്നും നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ ക്ലാസ്? ഓക്കെ, അപ്പൊ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഡൺ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദി ഓഥർ ഓഫ് ഗീതാഞ്ജലി. ഇതിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന ഒരു ഉത്തരാണ് അല്ലെ? രവീന്ദ്രനാഥ് ടാഗോർ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഗീതാഞ്ജലി ഈസ് എ വർക്ക് ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ, ഒരു ബംഗാളി പോളിമാത്ത്, പോയറ്റ്, നോവലിസ്റ്റ്, പ്ലേ റൈറ്റ്, എസ്സേയിസ്റ്റ് ആൻഡ് ഫിലോസഫർ ആയിരുന്നു ടാഗോർ. ടാഗോറിന്റെ ചില വർക്ക്സ് ഓർത്തു വെക്കുക, കാരണം ഈ ഗീതാഞ്ജലി എങ്ങനത്തെ വർക്ക് ആണെന്നുള്ള ചോദ്യവും വന്നിട്ടുണ്ട്. അപ്പൊ ഇത് സോങ് ഓഫറിങ്സ് ആണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ടാഗോറിന്റെ ബാക്കി വർക്ക്സ് എന്താണെന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. ദ ഹോം ആൻഡ് ദ വേൾഡ്, ദ പോസ്റ്റ് ഓഫീസ്, ട്രീ ബേർഡ്സ്. ഓക്കെ, ഇതൊക്കെയാണ് ടാഗോറിന്റെ വേറെ വർക്ക്സ്. ഞാൻ ഗീതാഞ്ജലി എങ്ങനത്തെ വർക്ക് ആണെന്നും അതിനെക്കുറിച്ച് ഒരു ചെറിയ ഡീറ്റെയിൽ ഇൻഫോ തന്നിട്ടുണ്ട്. അതിൽ 157 പോയംസ് ആണ് ഉള്ളത്. ഒരു സ്പിരിച്വൽ ആൻഡ് ഫിലോസഫിക്കൽ പോയിട്രി കളക്ഷൻ ആണ്. ഓക്കെ, കുറെ പോയംസ് ഉണ്ട്. എങ്ങനത്തെ പോയിംസ് ആണ്? സ്പിരിച്വൽ ആൻഡ് ഫിലോസഫിക്കൽ ആയിട്ടുള്ള പോയിംസ് ആണ്. ഓക്കെ, ലവ്, നേച്ചർ, ഡിവിനിറ്റി, ഓക്കെ, കുറെ ഗോഡിനോട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് സ്പിരിച്വൽ ആയിട്ടൊക്കെയുള്ള ഒരു
എന്താണ് ഒരു റൈറ്റപ്പ് ആണ് അല്ലെ? ആൾക്ക് ഇതിന് അവാർഡും കിട്ടിയിട്ടുള്ളതാണ് അല്ലെ? നമുക്കറിയാം. യെസ്, ഓക്കെ. അപ്പൊ രവീന്ദ്രനാഥ് ടാഗോർ, ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഇത് മാത്രം. ഇപ്പൊ ചിലപ്പോ ഇപ്രാവശ്യം ഗീതാഞ്ജലി ആണ് ചോദിച്ചെങ്കിൽ അടുത്ത പ്രാവശ്യം വേറെ ഏതെങ്കിലും വർക്ക് ആയിരിക്കും. അല്ലെങ്കിൽ ഗീതാഞ്ജലി എങ്ങനത്തെ വർക്ക് ആണെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ ക്ലാസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് IPA സ്റ്റാൻഡ് ഫോർ? നിങ്ങൾ IPA എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? നമുക്ക് 4 വായിച്ചു നോക്കാം. ഇന്ത്യൻ ഫോണറ്റിക് ആൽഫബറ്റ്, അതെന്തേലും ഉണ്ടോ? നോ, ഇറ്റ്സ് വെറുതെ തന്നേക്കുന്നതാണ്. അത് ശരിക്കും ഒന്നുമില്ല. ഇന്റേണൽ ഫോണറ്റിക് ആൽഫബറ്റ് ആണോ? അത് അത്രയും കൂടി എന്താണ് അത് നമുക്ക് വായിച്ചാൽ തന്നെ അറിയാം. ഇറ്റ് ഈസ് നോട്ട് മേക്കിംഗ് എനി സെൻസ് അല്ലെ? അപ്പൊ ഇതിന്റെ ഉത്തരം ശരിക്കും ഇന്റർനാഷണൽ ഫോണറ്റിക് അസോസിയേഷൻ ആണ്. ഫോണറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എങ്ങനെയാണ് ഒരു വാക്കിനെ പറയുന്നത് അല്ലെ? ഇന്റർനാഷണൽ ഉള്ള ഒരു വേർഡിനെ ഞാൻ ഇന്റർനാഷണൽ പ്രൊനൗൺസ് ചെയ്തു. അപ്പൊ ആ പ്രൊനൗൺസ് എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത് ഒരു ബ്രാക്കറ്റില് വേറെ രീതിയിൽ നിങ്ങൾ ഡിക്ഷണറി ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ വാക്കിന്റെ സൈഡിൽ തന്നെ എന്തോ ഒരു ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലേ? ആ എന്തോ ഒരു ഭാഷ എന്താണ്, അതിനെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്തെന്നാണ് അത് എഴുതി വെച്ചേക്കുന്നത്. അത് ആരാണ് ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ അതിങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ വേണം അതിനെ എഴുതാനായിട്ട് എന്ന് ഡിസൈഡ് ചെയ്തത് ഇവരാണ് അല്ലെ? ഇന്റർനാഷണൽ ഫോണറ്റിക് അസോസിയേഷന്റെ പണിയാണ്. The International Phonetic Association is an organization that develops and maintains the International Phonetic Alphabet. അല്ലെ? ഒരു വാക്കിന്റെ സൈഡിൽ ഫോണറ്റിക്സിൽ എഴുതിയേക്കുന്ന ആ ഒരു സിസ്റ്റമിനെ എങ്ങനെയാണ് എഴുതേണ്ടത്, ശരിക്കും എല്ലാം ലോകത്തിലും ഇതായിരിക്കണം സ്റ്റാൻഡേർഡ് ഫോമാറ്റ് അല്ലെ? ഈ ഒച്ചയ്ക്ക് ഈ വേർഡ് ആണ് ഉപയോഗിക്കേണ്ടത്. അതൊക്കെ തീരുമാനിക്കുന്ന ഇന്റർനാഷണൽ ഫോണറ്റിക് അസോസിയേഷൻ ആണ്. അവരാണ് ഇന്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. Okay, a standardization system for transcribing sounds from all spoken languages into a unique phonetic alphabet. അതെ, നമ്മൾ ഒരു വേർഡിന്റെ ഫോണറ്റിക് ആൽഫബറ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, എങ്ങനെയാണ് അതിനെ ഉച്ചരിക്കുന്നത്, എങ്ങനെയാണ് അതിനെ പറയുന്നത്, ആ ആൽഫബറ്റിലേക്ക് ആക്കുന്നതിന് അവരാണ് ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു MCQവിൽ ഇവിടെ തന്നിരിക്കുന്ന ഇന്റർനാഷണൽ ഫോണറ്റിക് അസോസിയേഷൻ അതല്ലാതെ ഇന്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ് ആയിരുന്നെങ്കിലും അതായിരിക്കായിരുന്നു കറക്റ്റ് ആൻസർ. ഇവിടെ അവർ ആൽഫബറ്റ് തന്നിട്ടില്ല, ഇത് മാത്രമാണ് കറക്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഇനി ഫുൾ ഫോം അറിയെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇന്റർനാഷണൽ ഫോണറ്റിക് അസോസിയേഷൻ. ഓക്കെ ക്ലാസ്, ഗുഡ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദ മിത്ത് ഓഫ് സിസിഫസ് വാസ് റിട്ടൻ ബൈ. ആരാണ് മിത്ത് ഓഫ് സിസിഫസ്? സിസിഫസ് എന്നുള്ള ആള് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയുന്ന ഒരാളാണ്. ചിലപ്പോ ഈ പേര് നിങ്ങൾക്ക് അറിയണ്ടാവില്ല, പക്ഷെ ഈ ആളെ, ഈ ഗ്രീക്ക് ആളെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ആൽബർട്ട് കാമുവിന്റെ വർക്ക് ആണ് എന്ത്? മിത്ത് ഓഫ് സിസിഫസ്. ഹി വാസ് എ ഫ്രഞ്ച് ഫിലോസഫർ. ആൽബർട്ട് കാമു ഒരു ഫ്രഞ്ച് ഫിലോസഫർ, നോവലിസ്റ്റ്, പ്ലേ റൈറ്റ് ആൻഡ് ജേർണലിസ്റ്റ് ആയിരുന്നു. ഓക്കെ, ആളുടെ ചില എസ്സേസ് ആണ് ഇത്. ആക്ച്വലി ഒരു എസ്സേ ആണ്. ഓക്കെ, ദ മിത്ത് ഓഫ് സിസിഫസ്, പിന്നെ റിബെൽ, ദ ഹ്യൂമൻ കണ്ടീഷൻ ഒക്കെ ആളുടെ വർക്ക്സ് ആണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ റൈറ്റേഴ്സിന്റെയും ബാക്കി വർക്ക്സ് ഈ PDF ഞാൻ തന്നിട്ടുണ്ട്. ആ വർക്ക്സ് എന്തായാലും നിങ്ങൾ ഓർത്ത് പഠിച്ച് വെക്കുക. ഓക്കെ ഓക്കെ, അപ്പൊ ഈ മിത്ത് ഓഫ് സിസിഫസ് ഞാൻ ഇത്രയും. ഓക്കെ, നോവൽസ് ഉണ്ട്, ദ സ്ട്രേഞ്ചർ, പ്ലേഗ്, ദ ഫോൾ, പ്ലേസ് ഉണ്ട്, ദ ജസ്റ്റ് അസാസിൻസ്. ഇത് ഓർത്ത് വെക്കുക. ആൽബർട്ട് കാമുവിന്റെ മേജർ ആയിട്ടുള്ള എസ്സേസ്. ചിലപ്പോൾ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ പ്ലേഗ് ഇസ് വാട്ട് ടൈപ്പ് ഓഫ് വർക്ക്? നോവൽ ആണോ, എസ്സേ ആണോ, പ്ലേ ആണോ? അപ്പൊ നിങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾ അങ്ങനെ വേണം പഠിക്കാനായിട്ട്. നോവൽ ആണോ, പ്ലേ ആണോ എന്നുള്ള ഹെഡിങ് ഇട്ടിട്ട് അത് ഡിഫറെന്റ് ആയിട്ട് തന്നെ ഇരുന്ന് പഠിക്കുക. അപ്പൊ ഞാൻ ഇനി പറഞ്ഞ മിത്ത് ഓഫ് സിസിഫസിൽ സിസിഫസ് ആരാന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. നിങ്ങൾക്ക് അറിയുന്ന ഒരാളാട്ടോ. The essay explores the myth of Sisyphus, a figure from Greek mythology condemned to roll a boulder up a hill only for it to roll back down, repeating the circle ad infinitum. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾഡർ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞി ഒരു റോക്കിന്റെ കഷ്ണാണ് അല്ലെ? ഒരു റോക്കാണ്. അപ്പൊ ഒരു പാറക്കല്ലാണ്. ആൾ അത് റോൾ ചെയ്തിട്ട് ഹില്ലിന്റെ മേളിൽ കൊണ്ടുപോകും, എന്നിട്ട് അത് തിരിച്ച് താഴത്തേക്ക് ഇടും. ഇത് തന്നെ ആള് ചെയ്തോണ്ടിരിക്കുകയാണ്. ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് അത് മേളിലേക്ക് കൊണ്ടുപോവാ, അത് താഴത്തേക്ക് എന്താണ് റോൾ ചെയ്ത് വിടുക. നമുക്കറിയുന്ന ഒരു ക്യാരക്ടർ അല്ലേ? അതെ. അപ്പൊ കാമു ഈ ആളെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, നമ്മുടെ ലൈഫ് ഇങ്ങനെയല്ലേ അല്ലെ? നമ്മൾ കുറെ എഫേർട്ട് ഇടുന്നു, അതിനൊക്കെ എന്തെങ്കിലും മീനിങ് ഉണ്ടോ? നമ്മൾ ഈ ഇത്രയും എഫേർട്ട് ഇടുന്നതിനൊക്കെ മീനിങ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു നമ്മുടെ എക്സിസ്റ്റൻഷ്യലിസം അല്ലെ, അബ്സർഡ്
അബ്സേർഡിറ്റി ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസിനെ കുറിച്ച് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ചു മുമ്പേ ടീച്ചർ ഓഫ് അബ്സേർഡ് ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു പേരാണ് ആൽബർട്ട് കാമു. അപ്പൊ ആളുടെ വർക്ക്സിലും ഈ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത്, അല്ലെങ്കിൽ ഒരു അബ്സേർഡിറ്റി ആയിട്ടുള്ള എലിമെന്റ്സ് ആളുടെ വർക്കിലും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു വർക്കാണ് ഇത്. എസ്സേ ആണെങ്കിലും അങ്ങനത്തെ ഒരു വർക്കാണ്. കാമു യൂസസ് ദിസ് മിത്ത് ആസ് എ മെറ്റഫർ ടു എക്സ്പ്ലോർ അബ്സേർഡിറ്റി ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. അല്ലെ, നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ, നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നതിനൊരു അർത്ഥമില്ല, ആ ആളെ പോലെ നമ്മളെ മേളിലേക്ക് കൊണ്ടുവന്നു താഴത്തേക്ക് വിട്ടുവിടുന്ന പോലെയാണോ നമ്മുടെ ജീവിതം, അങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു വർക്കാണിത്. ഓക്കെ, സെർച്ച് ഫോർ മീനിങ് ഇൻ ദ seemingly meaningless word and individuals rebellion against the absurd. അപ്പൊ ഒരു മീനിങ് ഇല്ലെങ്കിലും ആൾ എപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മേ ബി ഇറ്റ് ഈസ് എൻ ആക്ട് ഓഫ് റെബലിയൻ എന്നാണ് കാമു പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? യെസ്, കാമുവിന്റെ വർക്ക്സിന്റെ പേരുകൾ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. മിത്ത് ഓഫ് സിസിഫസ്, ദി റിബൽ, ദ ഹ്യൂമൻ കണ്ടീഷൻ എസ്സേ ആണ്. നോവൽസും പ്ലേസും ഓർത്ത് വെക്കുക. ഓക്കെ ക്ലാസ്, ഇത്രയും കാര്യങ്ങൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു റൈറ്ററിനെ എടുക്കുക, അതിൽ വർക്ക്സ് ഏതൊക്കെയാണ് ഓർത്ത് വെക്കുക. വർക്ക്സിന്റെ മേജർ എന്താണ്, ക്യാരക്ടേഴ്സ് എന്താണെന്ന് ഓർക്കുക. നമുക്ക് പെട്ടെന്ന് ക്യാരക്ടേഴ്സ് ഓർക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഒരു സമ്മറി തന്നെ പഠിച്ചു വെക്കണം. സമ്മറി പഠിച്ചു വെക്കുമ്പോൾ നമുക്ക് ക്യാരക്ടേഴ്സിന്റെ പേര് ഓർത്ത് വെക്കാൻ എളുപ്പമുണ്ടാവും അല്ലേ? ഓക്കെ ക്ലാസ്, ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, കിങ് ക്ലോഡിയസ് ഇസ് എ ക്യാരക്ടർ ഇൻ ഷേക്സ്പിയേഴ്സ്. അല്ലെ, ഷേക്സ്പിയർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഷേക്സ്പിയറുടെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ. അപ്പോ ക്യാരക്ടേഴ്സ് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു വർക്ക് എടുക്കുമ്പോൾ അതിൽ ക്യാരക്ടേഴ്സും പഠിക്കണം. കാരണം ഇങ്ങനത്തെ ചോദ്യങ്ങളുണ്ട് അല്ലെ. കിങ് ക്ലോഡിയസ് ഷേക്സ്പിയറിന്റെ ഏത് വർക്കിലെയാണ്? നമുക്കറിയാവുന്ന, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഹാംലെറ്റിന്നാണ് കിങ് ക്ലോഡിയസ് എന്നുള്ളൊരു ക്യാരക്ടർ വരുന്നത്. നമ്മുടെ ഹാംലെറ്റിന്റെ ഭയങ്കര ഏറ്റവും വലിയ എനിമി എന്ന് പറയുന്നത് ഈ ക്ലോഡിയസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഹാംലെറ്റ് റിട്ടൺ അറൌണ്ട് 1599-1602 is one of William Shakespeare's most renowned tragedies. അല്ലെ, ആൾ എഴുതിയ ഏറ്റവും വലിയ ട്രാജഡി ഇൻഫാക്ട് ഹാംലെറ്റിനെ തന്നെയാണ് പറയുന്നത്. അപ്പൊ ഈ കഥയിൽ എന്താണുള്ളത്? പ്രിൻസ് ഹാംലെറ്റ്. ഓക്കെ, പ്രിൻസ് ഹാംലെറ്റിന്റെ ഫാദറിന്റെ പേരും ഹാംലെറ്റ് എന്നായിരുന്നു. അപ്പൊ ആളെ ഹാംലെറ്റിന്റെ അങ്കിൾ ആണ് ക്ലോഡിയസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന്റെ അനിയൻ. എന്നിട്ട് ഹാംലെറ്റിന്റെ അച്ഛനെ ഈ ക്ലോഡിയസ് കൊല്ലുകയാണ്. എന്നിട്ട് സ്വന്തം രാജാവ് ആവുകയാണ്. എന്നിട്ട് ഹാംലെറ്റിന്റെ മദറായ ജെർട്രൂഡിനെ അങ്കിൾ കല്യാണം കഴിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കാരണം ഹാംലെറ്റിന് നല്ല ദേഷ്യമുണ്ട് അല്ലെ. അച്ഛനെ കൊന്നു, അമ്മേനെ കല്യാണം കഴിച്ചു, പിന്നെ സ്വന്തം രാജാവായി. അവന് കിട്ടേണ്ട എന്താണ്, കിങ്ഡം ആയിരുന്നു. പക്ഷെ അങ്കിൾ അത് അവന്റെ അടുത്ത് നിന്ന് എടുത്തു. ഈ കാര്യങ്ങളോടൊക്കെ ദേഷ്യപ്പെട്ടിട്ട് ഇതിന്റെയൊക്കെ റിവെഞ്ച് എടുക്കുന്ന ഒരു കഥയാണ് നമ്മുടെ ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ്. അപ്പൊ ഇതിലെ മെയിൻ ക്യാരക്ടർ ഓഫ് കോഴ്സ് അല്ലെ, ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ക്യാരക്ടർ ഇതാണ്, ക്ലോഡിയസ് ആണ് അല്ലെ, ദ മെയിൻ വില്ലൻ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പൊ ഇതിൽ ഞാൻ ഒരു എന്താണ് ക്യാരക്ടേഴ്സിന്റെ പേരുകളാണ് തന്നിരിക്കുന്നത്. നിങ്ങൾ ഇതൊക്കെ ഓർക്കുക. ഹാംലെറ്റ് ദ മെയിൻ ക്യാരക്ടർ പ്രിൻസ് ഓഫ് ഡെൻമാർക്ക് ആണ് അല്ലെ. ക്ലോഡിയസ് ആണ് ഇപ്പത്തെ രാജാവ്. ഹാംലെറ്റിന്റെ അങ്കിൾ ആണ് വരുന്നത്. ആളാണ് നമ്മുടെ ഹാംലെറ്റിന്റെ അച്ഛനെ കൊന്നത്. പിന്നെ ജെർട്രൂഡ് എന്ന് പറയുന്ന ഹാംലെറ്റിന്റെ അമ്മയാണ്, ഇപ്പത്തെ ക്വീൻ ആണ് ഓഫ് ഡെൻമാർക്ക്. പിന്നെ ഒഫീലിയ ഹാംലെറ്റിന്റെ ലവ് ഇൻട്രസ്റ്റ് ആണ് അല്ലെ. ഹാംലെറ്റിന് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ശരിക്കും ഇഷ്ടമുണ്ടോ ഇല്ലേന്ന് പോലും നമുക്ക് കഥയിൽ മനസ്സിലാവത്തില്ല. കാരണം ഹാംലെറ്റ് ഭയങ്കര മോശം രീതിയിലാണ് ആളോട് സംസാരിക്കുക. എന്നിട്ട് ആള് സൂയിസൈഡ് ചെയ്യാണ് അല്ലെ. ഒഫീലിയ കമ്മിറ്റ്സ് സൂയിസൈഡ്. പിന്നെ പൊലോണിയസ് എന്താണ്, ക്ലോഡിയസിന്റെ ഒരു മിനിസ്റ്റർ പോലെ ഒരാളാണ്. എല്ലാ കാര്യത്തിനും ക്ലോഡിയസിന്റെ ഒപ്പം നിൽക്കുന്നതാണ് പൊലോണിയസ്. പിന്നെ ഫോർട്ടിംബ്രാസ്. ലാസ്റ്റ് ഇവരെല്ലാരും മരിച്ചു പോകും. ഹാംലെറ്റും ക്ലോഡിയസും ജെർട്രൂഡും. അപ്പൊ ഫുൾ ഈ ആൾക്കാരൊക്കെ മരിച്ചു പോകുമ്പോൾ പിന്നെ ആ സ്ഥലം ഡെൻമാർക്കിന്റെ രാജാവാവുന്നതാണ് ഫോർട്ടിൻബ്രാസ്. ഓക്കെ, പിന്നെ ഹൊറേഷ്യോ എന്ന് പറയുന്നത് ഹാംലെറ്റിന്റെ കൂട്ടുകാരനാണ്. അപ്പൊ ചിലപ്പോൾ ഇപ്രാവശ്യം ക്ലോഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നെങ്കിൽ നെക്സ്റ്റ് ടൈം ഫോർട്ടിൻബ്രാസ് ആയിരിക്കും, അല്ലെങ്കിൽ ഹൊറേഷ്യോ ഏത് ക്യാരക്ടർ ആണ്, ഏത് പ്ലേയിലെ ക്യാരക്ടർ ആണ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതാ ഏത് പ്ലേന്റെ ആണ്, ഹാംലെറ്റ്. യെസ്. അപ്പൊ ബാക്കി പ്ലേസിന്റെയും ഈ കിങ് ലിയർ ആണെങ്കിലും മാക്ബത്ത് ആണെങ്കിലും അതിൽ ക്യാരക്ടേഴ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ ക്ലാസ്, ഞാൻ ഹാംലെറ്റിന്റെ ക്യാരക്ടേഴ്സ് ഡിസ്കസ് ചെയ്തു. ഹാംലെറ്റിന്റെ സ്റ്റോറി ഒന്ന് ചെറുതായിട്ട് നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെക്സിയോഗ്രാഫി ഇസ് അസോസിയേറ്റഡ് വിത്ത് അല്ലെ വേർഡ്സ്, ലൈഫ്, ഗ്രാമർ, ലിറ്ററേച്ചർ. ഇത് ഭയങ്കര നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഭയങ്കര ഈസിയാണ്. നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ ഇറ്റ് ഈസ് ഈസി. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വേർഡ്സ്. ലെക്സിയോഗ്രാഫർ, ഈ ഡിക്ഷണറി ഉണ്ടാക്കുന്ന ആളെ നമ്മൾ ലെക്സിയോഗ്രാഫർ എന്നാണ് വിളിക്കുക. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഡിക്ഷണറിയിൽ എന്താണുള്ളത്, വേർഡ്സ് ആണുള്ളത്. ഓക്കെ,
അല്ലെ? അപ്പോ ഒരു ലെക്സിയോഗ്രാഫി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് വേർഡ്സിനോടാണ്. വേർഡ്സ് എങ്ങനെയായിരിക്കണം? എന്താണ് വേർഡ്സിനെ ശരിക്കും ഡോക്യുമെന്റ് ചെയ്ത് നമ്മുടെ ആദ്യത്തെ ഡിക്ഷണറി ഒക്കെ അവർ എത്ര വേർഡ്സ് ഉണ്ട് എന്നൊക്കെ അവർ കണ്ടുപിടിച്ച് പിന്നെ അതിനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് അതിന്റെ അർത്ഥങ്ങളൊക്കെ അവർ കണ്ടുപിടിച്ച് എഴുതുന്നത്. ഓക്കെ, അങ്ങനത്തെ ആളെ നമ്മൾ ഡിക്ഷണറി ഉണ്ടാക്കുന്ന ആളുടെ പേര് തന്നെ ലെക്സിയോഗ്രാഫർ എന്നാണ്. അപ്പൊ ആ പ്രോസസ്സിനെ എന്താ നമ്മൾ വിളിക്കുക? ലെക്സിയോഗ്രാഫി. കറക്റ്റ്. ഗുഡ് സ്റ്റുഡൻസ്. അപ്പോൾ ലെക്സിയോഗ്രാഫി ഈസ് എ സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് ഓഫ് കമ്പൈലിംഗ്, എഡിറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് ഡിക്ഷണറി. ഡിക്ഷണറി ഉണ്ടാക്കുന്ന പ്രോസസ് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഡിക്ഷണറി ഉണ്ടാക്കുന്ന ആൾ എന്താ പറയാ? ലെക്സിക്കോഗ്രാഫർ. യെസ്, കറക്റ്റ്. ഓക്കെ ഇത് എളുപ്പമായിരുന്നില്ലേ? ലൈഫ് ഒക്കെ അവർ തന്നിരിക്കുന്ന MCQ ആണ് ലൈഫ്. അതെന്തായാലും എല്ലാം നമുക്കറിയാം. ഓക്കെ ക്ലാസ്, ഗുഡ്. ലെക്സിയോഗ്രാഫി എന്താണ്? വേർഡ്സ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തേക്കുന്നതാണ്. ലെക്സിയോഗ്രാഫർ എന്ന് പറയുന്നത് ഡിക്ഷണറി ഉണ്ടാക്കുന്ന ആളുടെ പേരാണ്. നമ്മൾ വിളിക്കുന്നത് പെയിന്റർ എന്നൊക്കെ വിളിക്കുന്ന പോലെ ലെക്സിയോഗ്രാഫർ എന്നാണ് അയാൾ വിളിക്കുന്നത്. ഓക്കെ ക്ലാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെരി ഈസി. നമ്മൾ പഠിക്കുന്നതിൽ ഏറ്റവും എളുപ്പമുള്ളൊരു, നിങ്ങൾ ഷേക്സ്പിയർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ വാക്ക് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഹെമർഷിയ ഇസ് ഓഫൻ യൂസ്ഡ് സിനോണിമസ്ലി വിത്ത് ഫസ്റ്റ് അനഗ്നോറിസിസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ? റെക്കഗ്നിഷൻ, മൊമെന്റ് ഓഫ് റിയലൈസേഷനെയാണ് നമ്മൾ അനഗ്നോറിസിസ് എന്ന് പറയാ. നമുക്കെല്ലാം ക്ലിയർ ആയിട്ട് വരുമ്പോ അതിനെയാണ് നമുക്കെല്ലാം മനസ്സിലായി. ഓക്കെ, ഈ ക്യാരക്ടർ അതല്ലായിരുന്നു, ഇതാണ് ഇത് ശരിക്കും വില്ലൻ, ഇതാണ് ഇതിന്റെ ട്വിസ്റ്റ്. അങ്ങനെ ഒരു മൊമെന്റ് ഓഫ് റിയലൈസേഷനാണ് നമ്മൾ അനഗ്നോറിസിസ് എന്ന് പറയാം. അപ്പൊ അതെന്തായാലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഹമർഷ്യ എന്ന് പറഞ്ഞ അനഗ്നോറിസിസ് ഒരിക്കലും ആയിരിക്കില്ല. പിന്നെ പെർഗേഷൻ, കഥാർസിസ്, ഈ രണ്ട് വേർഡും ഒരേപോലത്തെയാണ് അല്ലെ? കഥാർസിസ്, അരിസ്റ്റോട്ടലിന്റെ ട്രാജഡീന്റെ ഡെഫിനേഷനിൽ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു പ്ലേ കാണുമ്പോ അല്ലെങ്കിൽ ഒരു ട്രാജഡി കാണുമ്പോൾ നമുക്ക് കഥാർസിസ് സംഭവിക്കുന്നു അല്ലെ? നമ്മള് എന്താണ് പണ്ട് എന്തെങ്കിലും മൂവി കാണാൻ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇമോഷണൽ സീൻ വരുമ്പോൾ നമ്മൾ എല്ലാവരും കരഞ്ഞു പോകും അല്ലെ? ആ ഒരു നമ്മൾ എന്തിനാണ് കരയുന്നത്? കാരണം നമ്മൾ ആ പ്ലേയിൽ കാണുമ്പോൾ നമുക്ക് വിഷമാവുന്നു, നമ്മൾ അവരെ ഫീൽ ചെയ്യുന്നു, നമ്മൾ ഫീൽ ചെയ്യുന്നു. അത് കാരണം നമുക്ക് കഥാർസിസ് സംഭവിക്കുന്നു. കഥാർസിസ് മതലബ് റിലീസ് ഓഫ് ഇമോഷൻ. ഓക്കെ, അപ്പൊ അതെന്തായാലും അല്ല. ഹമർഷ എന്ന് പറയുന്നത് ട്രാജിക് ഫ്ലോ ആണ്. ഓക്കെ, ട്രാജിക് ഫ്ലോയിന്റെ വേറെ ഗ്രീക്ക് വാക്കാണ് ഹമർഷ്യ. നമ്മുടെ ഷേക്സ്പിയർ ക്യാരക്ടേഴ്സിൽ എല്ലാവർക്കും എന്താണ്? ഹമർഷ്യ ഉണ്ട്, ഒരു ഫ്ലോ ഉണ്ട്. അത് കാരണമാണ് അവർക്കൊന്നും മുമ്പിലോട്ട് ചെയ്യാൻ പറ്റാത്തത്. ഹാംലെറ്റിന്റെ കേസിൽ ഹാംലെറ്റിന്റെ ഇൻഡിസൈസീവ്നെസ് അല്ലെ? ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ലൈനാണ്, ടു ബി ഓർ നോട്ട് ടു ബി. ചെയ്യണോ വേണ്ടയോ, ഇപ്പൊ കൊല്ലണോ വേണ്ടയോ. ആള് ക്ലോഡിയസ് കൊല്ലാനുള്ള ഒരു മൊമെന്റ് കിട്ടുമ്പോൾ ആള് ചിന്തിക്കുകയാണ് കൊല്ലണോ വേണ്ടയോ. ആള് പ്രോകാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നിങ്ങളെ പോലെ പഠിക്കാതെ അടുത്ത ദിവസം പഠിക്കാം, നിങ്ങളുടെ ട്രാജിക് ഫ്ലോ. ഓക്കെ ക്ലാസ്. അപ്പോ ഹമർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോ, നമുക്ക് എന്തോ ഒരു കാരണം ചെയ്യാൻ പറ്റാതിരിക്കുന്നു, ആ നിങ്ങളുടെ ഒരു ഫ്ലോ കാരണം നമ്മുടെ ഡൗൺഫോൾ സംഭവിക്കുന്നു. അപ്പൊ ഒരു ഫ്ലോയിനെയാണ് നമ്മൾ ഹമർഷ്യ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഷേക്സ്പിയറിലെ ഹാംലെറ്റ്. ഹാംലെറ്റിന് ഈ ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതാണ് ആളുടെ ഫ്ലോ. ആള് പ്രോകാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അയ്യോ ഇപ്പൊ വേണ്ട, ചെയ്യണമെന്നുണ്ട്, റിവെഞ്ച് എടുക്കണമെന്നുണ്ട്, പക്ഷെ ആളിങ്ങനെ നാളെ നീളെന്ന് ചെയ്തുകൊണ്ടിരിക്കും. അത് കാരണം ആളുടെ ഡൗൺഫോൾ സംഭവിക്കുന്നു. അപ്പൊ ഹെമർഷ്യ ഇസ് എ കോൺസെപ്റ്റ് ഇൻ ട്രാജഡി, പെർട്ടിക്കുലർലി ഇൻ അരിസ്റ്റോട്ടിൽസ് പോയറ്റിക്സ് അല്ലെ? അരിസ്റ്റോട്ടിൽ ആണ് ഈ അരിസ്റ്റോട്ടിലിന്റെ വർക്ക് ആണ് പോയറ്റിക്സ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് ആണ്. നിങ്ങൾ പഠിക്കുമ്പോൾ അഫ്കോഴ്സ് പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, റിപ്പബ്ലിക്, പോയറ്റിക്സ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അരിസ്റ്റോട്ടിലിന്റെ പോയറ്റിക്സിൽ ഈ ട്രാജഡീനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു വാക്കാണ് ഹെമർഷ്യ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോ ഓർ എറർ ഇൻ ജഡ്ജ്മെന്റ്. ചിലപ്പോ ഒക്കെ അവർ ചോദിക്കും ഹമർഷ്യന്റെ മീനിങ് എന്താണ്? അവിടെ ഫ്ലോ എന്നല്ലാതെ എറർ ഇൻ ജഡ്ജ്മെന്റ് എന്നുള്ള വാക്ക് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ സെയിം തന്നെയാണ് അല്ലെ? മിസ്റ്റേക്ക് ഓർ മിസ്കാൽക്കുലേഷൻ, അല്ലെങ്കിൽ ഒരു മോറൽ ഫെയിലിംഗ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വീക്ക്നെസ്. അതാണ് നമ്മുടെ വീക്ക്നെസ് എന്ന് ഉദ്ദേശിച്ചാൽ മതി. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ക്രൂഷ്യൽ എലിമെന്റ് ഇൻ ദ ഡൗൺഫോൾ ഓഫ് ദി പ്രോട്ടഗനിസ്റ്റ്. ഈ ഫ്ലോ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ പ്രോട്ടഗനിസ്റ്റിന്റെ ഡൗൺഫോൾ സംഭവിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹാംലെറ്റിന്റെ ഇൻഡിസൈസീവ്നെസ്. ഓക്കെ, ഡിസൈസീവ്നെസ് എന്ന് വെച്ചാൽ എന്താണ്? ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ആ പ്രാപ്തി. ഇപ്പൊ ഇൻഡിസൈസീവ്നെസ് എന്ന് വെച്ചാൽ അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അതായിരുന്നു ഷേക്സ്പിയറിന്റെ ഹാംലെറ്റിന്റെ പ്രശ്നം. പിന്നെ ഷേക്സ്പിയറിന്റെ മാക്ബത്തിൽ എന്തായിരുന്നു? മാക്ബത്ത് ഒരു സോൾജർ ആയിരുന്നു അല്ലെ? പിന്നെ ലാസ്റ്റ് ഒരു രാജാവായി, പക്ഷെ പിന്നെയും അംബിഷൻ ആണ്, ഇനിയും വേണം. അങ്ങനെ ലാസ്റ്റ് ആള് മരിച്ചു പോവാണ് അല്ലെ? ഓക്കെ ക്ലാസ്. അപ്പൊ ട്രാജിക് ഫ്ലോ, ഹെമർഷ്യ എന്താന്ന് മനസ്സിലായില്ലേ? ബാക്കി എങ്ങനെ എലിമിനേറ്റ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഗുഡ്. ഇനി ചിലപ്പോ അവര് എന്താണ് കഥാർസിസ് ആയിരിക്കും ചോദിക്കുക. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കണം, റിലീസ് ഓഫ് ഇമോഷൻസ് ആണ്. ഓക്കെ ക്ലാസ്, ഗുഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നല്ല ഈസി ആയിട്ട് മനസ്സിലായില്ലേ? നെക്സ്റ്റ് ആണ്, ഹൂ ഡെവലപ്ഡ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഓൾ ത്രീ യൂണിറ്റീസ് ആസ് പ്രിസ്ക്രിപ്റ്റീവ് റൂൾസ്.
ഏതൊക്കെ 3 യൂണിറ്റിയാണ് ഉള്ളത്? അത് കേൾക്കട്ടെ. യൂണിറ്റി ഓഫ് ആക്ഷൻ, യൂണിറ്റി ഓഫ് ടൈം, യൂണിറ്റി ഓഫ് പ്ലേസ്. ഈ 3 കാര്യങ്ങൾ ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നാണ് ചോദ്യം. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും അരിസ്റ്റോട്ടലിൽ ക്ലിക്ക് ചെയ്ത് കാണും. അല്ല, അരിസ്റ്റോട്ടിൽ ആണ് ഇതിനെ 3നെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ടെങ്കിലും അതിനെ ഡെവലപ്പും അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ്? ലൊഡോവിക്കോ കാസ്റ്റൽ വിട്രോ ആണ്. ഓക്കെ, ഇത് എല്ലാവരും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ലോഡോവിക്കോ എന്ന് പറഞ്ഞൊരു ആള്, ഓക്കെ, ഹി വാസ് എ ലിറ്റററി ക്രിറ്റിക് ആയിരുന്നു. ഓക്കെ, ലോഡോവിക്കോ കാസ്റ്റൽ വെട്രോ ഇസ് എൻ ഇറ്റാലിയൻ ലിറ്റററി ക്രിറ്റിക് ആൻഡ് ഹ്യൂമനിസ്റ്റ്. ആളാണ് ഈ 3 യൂണിറ്റീസിനെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അല്ലെ, പറഞ്ഞിട്ട് അരിസ്റ്റോട്ടിൽ പോയറ്റിക്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പൊ ആളാണ്, ലൊഡോവിക്കോ ആണ് ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. പ്രിസ്ക്രിപ്റ്റീവ് റൂൾസ് ആയിട്ട് പറഞ്ഞത് ആരാണ്? ഇയാളാണ്. ഓക്കെ ഓക്കെ, 3 യൂണിറ്റീസ് ഏതാന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ ചിലർക്ക് അറിയണ്ടാവില്ല. യൂണിറ്റി ഓഫ് ആക്ഷൻ, യൂണിറ്റി ഓഫ് ടൈം, യൂണിറ്റി ഓഫ് പ്ലേസ്. അല്ലെ, യൂണിറ്റി ഓഫ് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്ലോട്ട്, നമ്മുടെ കഥയ്ക്ക് എന്തെങ്കിലും ഒരു എന്താണ് ഒരു അർത്ഥം ഉണ്ടായിരിക്കണം. അല്ലെ, ഒരു നല്ല സിംഗിൾ കൊഹരന്റ് ആയിട്ട് പ്ലോട്ട് ആയിരിക്കണം. ഒരു കഥ നടക്കുമ്പോൾ പെട്ടെന്ന് വേറെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു, പിന്നെ അങ്ങനെ അല്ലാതെ ഒരു കറക്റ്റ് ഒരു കഥ ഉണ്ടാവണ്ടേ, അല്ലെ? അതാണ് യൂണിറ്റി ഓഫ് ആക്ഷൻ. യൂണിറ്റി ഓഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥയിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ലൈൻ ഉണ്ടായിരിക്കണം. അല്ലെ, ലാസ്റ്റ് നമുക്ക് ക്ലൈമാക്സ് എടുത്ത് ഫസ്റ്റിൽ കാണിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഒരു ഓർഡർ, ഒരു സീക്വൻസ് ഉണ്ടായിരിക്കണം. പിന്നെയാണ് യൂണിറ്റി ഓഫ് പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ലൊക്കേഷൻ. യൂഷ്വലി ഒരു സിംഗിൾ ലൊക്കേഷനിൽ നടക്കുന്ന കഥകൾ നല്ല കഥകളാണെന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. ഓക്കെ, പക്ഷെ ഷേക്സ്പിയർ അത് എപ്പോഴും ഫോളോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അങ്ങനത്തെ ഒരു ചോദ്യമുണ്ട്. ഷേക്സ്പിയർ കൂടുതലും യൂണിറ്റി ഓഫ് ആക്ഷൻ ആണ് നന്നായിട്ട് ഫോളോ ചെയ്തിട്ടുള്ളത്. ബാക്കി യൂണിറ്റി ഓഫ് ടൈമും പ്ലേസും ആള് നന്നായി ചെയ്തിട്ടില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ തെറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. 3 യൂണിറ്റീസ് കേൾക്കുന്ന കണ്ണടച്ച് അരിസ്റ്റോട്ടലിന് ടിക്ക് ചെയ്യരുത്. ആദ്യമായിട്ട് സംസാരിച്ച ആരാണ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഓക്കെ അരിസ്റ്റോട്ടിൽ, പക്ഷെ ഡെവലപ്പും എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാന്ന് ചോദിക്കുമ്പോൾ ലൊഡോവിക്കോയില് ശ്രദ്ധിക്കുക. ഓക്കെ ക്ലാസ്? ഓക്കെ, ഗുഡ്. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A line of a verse consisting of 4 metrical feet. 4 എന്ന് കാണുമ്പോൾ തന്നെ എന്താണ് നമ്മൾ ആദ്യം ഓർമ്മ വരിക? ടെട്രാമീറ്റർ. കണ്ണടച്ച് ടെട്രാമീറ്റർ നമുക്കറിയാം അല്ലെ? ടെട്ര 4, 4 ടിക്ക് ചെയ്യുക. നമ്മൾ മാത്സിൽ പഠിച്ചത് ഇവിടെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. ഇതില് ഒന്നും ചിന്തിക്കാനില്ല. ടെട്രാമീറ്റർ ഇസ് എ ലൈൻ ഓഫ് വേഴ്സ് കൺസിസ്റ്റിംഗ് ഓഫ് 4 മെട്രിക്കൽ ഫീറ്റ്. ഒരു വേഴ്സിൽ ഒരു ലൈനിൽ 4 മെട്രിക്കൽ ഫീറ്റ് ഉള്ള അങ്ങനത്തെ ലൈനിൽ എന്താണ് നമ്മൾ പറയാ? ടെട്രാമീറ്റർ. ഇപ്പൊ ചിലർ ചോദിക്കും മെട്രിക്കൽ ഫീറ്റ് എന്താണ്? ഒരു പോയിട്രിയിൽ എന്താണ് നമുക്കറിയാം, ഒരു വേർഡ് കുറെ സിലബിൾസിന്റെ ആണ് അല്ലെ? ഒരു വേർഡിൽ കുറെ സിലബിൾ ഉണ്ട്. സിലബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒച്ചകൾ. അപ്പൊ ആ ഒച്ചയിൽ എവിടെ സ്ട്രെസ് കൊടുക്കണം, എവിടെ സ്ട്രെസ് കൊടുക്കണ്ട, ആ ആ ഒരു ആ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ആ യൂണിറ്റ് ഓഫ് മെഷർമെന്റിനെയാണ് മെട്രിക്കൽ ഫീറ്റ്. അപ്പൊ ഇതിൽ എത്ര മെട്രിക്കൽ ഫീറ്റ് ഉണ്ട്? അങ്ങനത്തെ ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ 4 മെട്രിക്കൽ ഫീറ്റ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ടെട്രാമീറ്റർ എന്നാണ് പറയാ. അത്ര മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കി ക്വാട്രെയിൻ എന്താണ്? 4 ലൈൻ ഉള്ള ഒരു സ്റ്റാൻസ ആണ് അല്ലെ? ക്വാട്രെയിൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് ഇംഗ്ലീഷ് സോണറ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ ക്വാട്രെയിൻ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ 4 സ്റ്റാൻസിന്റെ ഒരു ലൈനാണ് നമ്മൾ ക്വാട്രെയിൻ എന്ന് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇവിടെ ചോദിക്കുന്ന മെട്രിക്കൽ ഫീറ്റ് ആണ് അല്ലെ? ഓക്കെ, പിന്നതാണ് ടെർസെറ്റ്. ടെർസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്റ്റാൻസിനെ നമ്മൾ ക്വാട്രെയിൻ എന്നും, ടെർസെറ്റ് എന്ന് പറഞ്ഞാൽ 3 ലൈൻ ഉള്ള ഒരു സ്റ്റാൻസിനാണ് ടെർസെറ്റ് എന്ന് പറയുന്നത്. പിന്നെ ക്വാട്രേറ്റ് എന്ന് പറയുന്നവര് ഒരു മ്യൂസിക്കൽ കമ്പോസിഷനെയാണ് ക്വാട്രേറ്റ് എന്ന് പറയുന്നത്, അല്ലാതെ ഒരു മെട്രിക്കൽ ഫീറ്റിനെ അല്ല. ശ്രദ്ധിക്കുക, ടെട്രാമീറ്റർ ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ ക്ലാസ്? ഗുഡ്. ഇത് ഭയങ്കര ഈസി ആയിരുന്നു അല്ലെ? നമുക്കൊന്ന് കേട്ടപ്പോ ഒന്ന് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്താണ് ക്വസ്റ്റ്യൻ നോക്കുക, നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ പഠിക്കുക, ബാക്കി എന്താണ് ഓപ്ഷൻസ് എന്താണെന്നൊന്നും ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അത്രയ്ക്കും ഡിഫിക്കൾട്ട് അല്ല, ഇറ്റ്സ് ഈസി. ഓക്കെ ഓക്കെ ക്ലാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എവറി മെറ്റഫോർ ഹാസ് എ ടെനോർ ആൻഡ്. ഓക്കെ, ഇത് ചിലപ്പോൾ ചിലർക്ക് ന്യൂ ആയിരിക്കും. മെറ്റഫോറിൽ 2 ആസ്പെക്ട് ആണ് ഉള്ളത്. ഒന്നാണ് ടെനോർ, അടുത്തതാണ് വെഹിക്കിൾ. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇതിൽ ആദ്യം നമുക്ക് എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. ഹി ഈസ് എ ലൈൻ ഓൺ എ ബാറ്റിൽ ഫീൽഡ് അല്ലെ? ഏതൊരാളെ കുറിച്ച് പറയാണ്. അപ്പൊ വിചാരിച്ചു രാം ഈസ് എ ലയൺ ഓൺ ദ ബാറ്റിൽ ഫീൽഡ്. അപ്പൊ രാം ശരിക്കും ലയൺ ആണോ? അല്ല. അവര് പറയുന്നത് രാം ലയണിനെ പോലെയാണ് അല്ലെ? ബാറ്റിൽ ഫീൽഡിൽ, യുദ്ധത്തിന്റെ മൈതാനത്തിൽ രാം ഒരു സിംഹം പോലെയാണ്, ഒരു ലയൺ പോലെയാണ്. അപ്പൊ ഇവിടെ ആരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? റാമിനെ കുറിച്ചാണ്. അപ്പൊ റാം ആണ് നമ്മുടെ ടെനോർ. ടെനോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ദ പേഴ്സൺ ബീങ് ഡിസ്ക്രൈബ്ഡ്, ആരെ കുറിച്ചാണോ സംസാരിക്കുന്നത് ആ സബ്ജക്റ്റിനെയാണ് നമ്മൾ ടെനോർ എന്ന് പറയുന്നത്. വെഹിക്കിൾ എന്ന് പറയുന്നത് എന്തിനെ വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ രാമിനെ എന്ത് വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്? ലയൺ വെച്ചിട്ട്. അപ്പൊ ലയൺ ആണ് വെഹിക്കിൾ. ഓക്കെ, ഈസി, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ചോദ്യം എന്തായിരുന്നു? ഒരു മെറ്റഫറിൽ എന്ത് രണ്ട് കാര്യങ്ങളാണോ ഉള്ളത്? ടെൽ മീ. രാം എന്താണ്? ടെനോർ ആണ്. അപ്പൊ രാം ഇസ് എ ലയൺ. ലയൺ എന്താണ്? വെഹിക്കിൾ ആണ്. ഓക്കെ, ഈസി. പിന്നെ ബാക്കി നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നെങ്കിൽ ബാക്കി നിങ്ങൾ ഓപ്ഷൻസ് നോക്കൂ. ക്യാരക്ടർ, പ്ലോട്ട്, സ്റ്റോറി, ഇതൊക്കെ കഥേന്റെ അല്ലേ, ഡ്രാമേന്റെ അല്ലേ, മെറ്റഫറിലാണോ ഇതൊക്കെ വരിക? അങ്ങനെ ഓർത്തായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വെഹിക്കിൾ എന്നുള്ളൊരു ആൻസർ കിട്ടും. ഓക്കെ, അത് ഗസ് വർക്ക് ആയാലേ. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടിയില്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ. സബ്ജക്റ്റിനെയാണ് നമ്മൾ ടെനോർ എന്ന് പറയുന്നത്. എന്ത് വെച്ചാണ് കമ്പയർ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ വെഹിക്കിൾ എന്ന് പറയാം. ഓക്കെ ക്ലാസ്, ഗുഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൂ റോട്ട് ദ നോവൽ ആൻഡ് ഈക്വൽ മ്യൂസിക്? ഈക്വൽ മ്യൂസിക് എന്ന് പറയുന്ന നോവൽ ആരാണ് എഴുതിയേക്കുന്നത്? ഓക്കെ, മുൽഖ് ആനന്ദ്, ഗീത മെഹ്ത, മനോജ് സി ദാസ്, വിക്രം സേത്ത്. യെസ്, കറക്റ്റ് ആൻസർ ഇസ് വിക്രം സേത്ത്. വിക്രം സേത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ നോവലിസ്റ്റ്, പോയറ്റ് ആൻഡ് ട്രാവൽ റൈറ്റർ ആണ്. ആൾ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഐഡന്റിറ്റി അല്ലെ, ആള് ട്രാവൽ റൈറ്റർ ആണ്. അപ്പൊ കുറെ ഇങ്ങനെ ട്രാവൽ, ഡിഫറെന്റ് കൾച്ചറിനെ കുറിച്ചൊക്കെ ആൾ എഴുതുന്നതാണ്. ഓക്കെ, സോഷ്യൽ കമന്ററി ആൻഡ് ക്രിറ്റീക്ക് ആൻഡ് എക്സ്പെരിമെന്റേഷൻ വിത്ത് ഫോം ആൻഡ് ലാംഗ്വേജിന് വേണ്ടിയിട്ടാണ് ആളെ അറിയപ്പെടുത്തുന്നത്. കാരണം ട്രാവൽ ചെയ്യുന്ന കാരണം തന്നെ കുറെ ഡിഫറെന്റ് കൾച്ചേഴ്സിനെ കുറിച്ച് ആള് എഴുതും. പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ സൽമാൻ റഷീദി പോലെ ഒരു സ്ഥലത്ത് തന്നെ അല്ല അല്ലെ, ഡിഫറെന്റ് പ്ലേസസിൽ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഐഡന്റിറ്റിനെ കുറിച്ച് അവര് കൂടുതലും എഴുതാറുണ്ട്. പിന്നെ കുറച്ച് എക്സ്പെരിമെന്റേഷൻ ഒക്കെ ആൾക്ക് ഇഷ്ടമാണെന്നാണ് നമ്മൾ ഇതിൽ വായിച്ചത്. അപ്പൊ ആളുടെ വർക്ക്സ്, സൂട്ടബിൾ ബോയ്, നെറ്റ്ഫ്ലിക്സിൽ ഇതിന്റെ ഒരു മൂവി ഉണ്ട് അല്ലെ, വെരി ഇൻട്രസ്റ്റിംഗ് മൂവി. സൂട്ടബിൾ ബോയ് വലിയൊരു ബുക്കാണ് അല്ലെ, ബുക്ക് വായിക്കാൻ മടിയുള്ളവർക്ക് സിനിമ കാണാം, ഇറ്റ്സ് എ ഗുഡ് മൂവി. അപ്പൊ സൂട്ടബിൾ ബോയ്, ദ ഗോൾഡൻ ഗേറ്റ് ആൻഡ് ഈക്വൽ മ്യൂസിക്, ഫ്രം ഹെവൻ ലേക്ക്, ഇതൊക്കെ വിക്രം സേത്തിന്റെ വർക്ക് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ഈക്വൽ മ്യൂസിക്കിന്റെ സ്ഥലത്ത് സൂട്ടബിൾ ബോയ് എന്ന് വന്ന് ചോദിക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ വിക്രം സേത്ത് ആണ്. വിക്രം സേത്തിന്റെ ബാക്കി വർക്ക്സും നിങ്ങൾ പഠിച്ച് വെക്കുക. ഇനി ഈക്വൽ മ്യൂസിക്കിൽ എന്താണുള്ളതെന്നുള്ള ഷോർട്ട് സമ്മറി ആണ് അല്ലെ. മ്യൂസിക്കിനെ കുറിച്ചൊക്കെ ഒരു വർക്ക് ആണ്, എക്സ്പ്ലോർസ് ദ വേൾഡ് ഓഫ് വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്, ലവ് ആൻഡ് ഐഡന്റിറ്റി. ഓക്കെ, മൈക്കൽ ഹോമി എന്ന് പറഞ്ഞ ഒരു വയലിനിസ്റ്റ് ഉണ്ട്. അപ്പൊ ആളിനെ കുറിച്ചും ഉണ്ട് കഥ. പിന്നെ ജൂലിയ മെക്നിക്കോൾ, ഹിസ് ഫോമർ ലവർ ആൻഡ് പിയാനിസ്റ്റ്. അപ്പോൾ രണ്ട് മ്യൂസീഷ്യൻസിന്റെ കഥയാണ്. ഓക്കെ, അവരുടെ റിലേഷൻഷിപ്പ്, പിന്നെ അവരുടെ റിലേഷൻഷിപ്പിൽ കൂടെ നമ്മൾ ഒരു വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്കിനെ കുറിച്ചും സംസാരിക്കുന്നു, ഐഡന്റിറ്റിനെ കുറിച്ചും സംസാരിക്കുന്നു, സ്നേഹത്തിനെ കുറിച്ചും സംസാരിക്കുന്നു. ഓക്കെ, അങ്ങനത്തെ ഒക്കെ ഒരു വർക്കാണ് ആൻ ഈക്വൽ മ്യൂസിക്. ഓക്കെ ക്ലാസ്, ഗുഡ്. ഇനി നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലൈഫ് ഈസ് ബട്ട് എ ടോക്കിംഗ് ഷാഡോ. ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഈ സ്റ്റേറ്റ്മെന്റ് എന്തിന്റെ എക്സാമ്പിൾ ആണ്? മെറ്റഫർ ആണോ, അപ്പോസ്ട്രോഫി ആണോ, അതോ സിമിലി ആണോ, വെഹിക്കിൾ ആണോ? വെഹിക്കിൾ നമ്മൾ കുറച്ചുമേ പഠിച്ചോളൂ. പക്ഷെ ഇവിടെ വെഹിക്കിൾ ആണോ? അല്ല, ഇവിടെ എന്താണ്? മെറ്റഫർ ആണ്. ഗുഡ്. ലൈഫ് ഈസ് ലൈക്ക് എ ടോക്കിംഗ് ഷാഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ സിമിലി എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ചിലർക്ക് മെറ്റഫറും സിമിലിയിലുള്ള ഡിഫറൻസ് അറിയണ്ടാവില്ല. ഞാൻ ക്ലിയർ ചെയ്ത് തരാം. പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റിലെ ലൈഫ് ഇസ് ബട്ട് എ ടോക്കിംഗ് ഷാഡോ, ഇത് ശരിക്കും ഹാംലെറ്റിൽ നിന്ന് എടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അത് ഞാൻ ഇങ്ങനെ കണ്ടുപിടിച്ചപ്പോ നിങ്ങൾക്ക് ആഡ് ചെയ്തേ ഉള്ളൂ. പക്ഷെ ഇവിടെ ചോദ്യം എന്താണ്, ഇത് എങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മെറ്റഫർ എന്ന് പറയുന്നത് ഡയറക്റ്റ് കമ്പാരിസൺ ആണ് അല്ലെ. ഷീ ഈസ് ഫ്ലവർ, അവൾ ഫ്ലവർ ആണ്, നമുക്കൊന്നും ഇനി വേറെ ഒന്നും ചിന്തിക്കാനില്ല, ഷീ ഈസ് ഫ്ലവർ. പക്ഷെ സിമിലി എന്ന് പറഞ്ഞത് എന്താണ്? ഷീ ഈസ് ലൈക്ക് എ ഫ്ലവർ, അവള് ഫ്ലവറിനെ പോലെയാണ് അല്ലെ. അല്ലെ, നമ്മളൊരു കമ്പാരിസൺ എന്താണ് ഇൻഡയറക്ട്ലി നമ്മൾ കൊണ്ടുവരുമ്പോ അല്ലെ, നമ്മൾ ഡയറക്ട്ലി പറയല്ല, അല്ല ഷീസ് ഫ്ലവർ നമ്മൾ പറഞ്ഞില്ല, ഫ്ലവർ പോലെ. അങ്ങനത്തെ ലൈക്കും ആസും വരുന്ന സെന്റൻസസ്, അങ്ങനത്തെ കമ്പാരിസനെയാണ് നമ്മൾ സിമിലി എന്ന് പറയാം. ഇവിടെ എന്തായിരിക്കും? ലൈഫ് ഇസ് ലൈക്ക് എ ടോക്കിംഗ് ഷാഡോ, അങ്ങനെ പറയുകയാണെങ്കിൽ അതൊരു സിമിലി ആയിരുന്നേനെ. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? ലൈഫ് ഇസ് ബട്ട് എ ടോക്കിംഗ് ഷാഡോ, ഡയറക്റ്റ് കമ്പാരിസൺ ആണ് അല്ലെ. വെഹിക്കിൾ എന്താണ്? എന്ത് വെച്ചാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ടോക്കിംഗ് ഷാഡോ എന്ന് മാത്രമായിരുന്നെങ്കിൽ നമുക്ക് അത് വെഹിക്കിൾ എന്ന് പറയായിരുന്നു. പിന്നെ അപ്പോസ്ട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോസ്ട്രോഫി മറ്റേ എന്താണ്, കോമ അല്ല. അപ്പോസ്ട്രോഫി ആസ് എ ലിറ്റററി ടേം ഒരു വേറെ ടേം ആണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞത് അഡ്രസ്സിങ് ആൻ ആബ്സെന്റ് പേഴ്സൺ ഓർ ആബ്സെന്റ് കോൺസെപ്റ്റ്. ഓ ഗോഡ്,
ഓ ഗോഡ്, ശരിക്കും ഗോഡിനെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ആബ്സ്ട്രാക്റ്റിൽ ഒരു കോൺസെപ്റ്റ് അല്ലേ. അപ്പൊ അതിനെയാണ് നമ്മൾ അപ്പോസ്ട്രോഫി എന്ന് പറയാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആബ്സ്ട്രാക്ട് ക്വാളിറ്റീനെ നമ്മൾ അഡ്രസ് ചെയ്യുന്നതാണ് അപ്പോസ്ട്രോഫി എന്ന് പറയാം. ഓക്കെ, സിമിലി എന്താന്ന് മനസ്സിലായി, മെറ്റഫറും സിമിലി തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് മനസ്സിലായി, അപ്പോസ്ട്രോഫി എന്താന്ന് മനസ്സിലായി. വെഹിക്കിളും ടെനോറും നമ്മൾ കുറച്ചു മുമ്പേ മെറ്റഫർ പറഞ്ഞപ്പോ ചെയ്തു എന്നേ ഉള്ളായിരുന്നു. ഓക്കെ ഓക്കെ ക്ലാസ്. അപ്പൊ ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് പെട്ടെന്ന് പോയി അല്ലെ. എല്ലാവർക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സി, നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യുക, നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക, എലിമിനേഷൻ ടെക്നീക്ക് ഉപയോഗിക്കുക. നമ്മൾ പഠിച്ച എല്ലാത്തിനെയും വെച്ചിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്താലും നമുക്ക് ആൻസേഴ്സ് കിട്ടും. ഓക്കെ ക്ലാസ്, ഐ ഹോപ്പ് നിങ്ങൾക്ക് നല്ലൊരു ക്ലാസ് ആയിരുന്നു. നിങ്ങൾ PDF സെൻഡ് ചെയ്യുന്നതും ഒന്നും കൂടി വായിച്ചു നോക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ ക്ലാസ്, താങ്ക് യു.